അപ്പോൾ ഉണ്ടല്ലോ ഇന്ന് നമുക്കുണ്ടല്ലോ എല്ലാവരും ഇടുന്നതാണ് നമ്മളിന്നൊരു ചായ. നമുക്കിന്ന് നല്ലൊരു ചായ ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു ക്ഷീണിച്ചൊക്കെ വരുമ്പോൾ ഒരു നല്ല ചായ കിട്ടിയാൽ നമുക്കൊന്ന് ഫ്രഷ് ആകാൻ പറ്റും. അപ്പം നമുക്കൊരു നല്ല ചായ ഇട്ട് നോക്കാവേ. അതിന് വേണ്ടുന്നത് പാല്, തൈലപ്പൊടി, പഞ്ചസാര. പഞ്ചസാര ഞാൻ ഹസ്ബൻഡ് പഞ്ചസാര ഉപയോഗിക്കുന്നില്ല. അപ്പം ഞങ്ങൾ 2 ഗ്ലാസ് ചായയാണ് ഇടുന്നത്. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് ഇതാണ് ഞങ്ങളുടെ കപ്പ് കേട്ടോ. അപ്പോൾ ഈ കപ്പിനൊരു 3/4 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ചായ അടിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് തികയണ്ടേ. അപ്പോൾ 2 കപ്പ് കിട്ടണ്ട. 2 കപ്പ് ഫുള്ള് വേണ്ട, ഇത്രയും വെച്ചാണ് നമ്മൾ കുടിക്കുന്നത്. അപ്പോൾ അതിന് എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ചായ എങ്ങനെ തുടങ്ങി. എല്ലാവർക്കും ചായ എടുക്കാനൊക്കെ അറിയാം. പക്ഷേ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ചായ കിട്ടുമ്പോഴാണെങ്കിൽ നമുക്കത് അത്ര ഇങ്ങോട്ട് പിടിക്കത്തില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പം നമ്മൾ പാലും വെള്ളവും കൂടെ ഒഴിച്ച് പാൻ അടുപ്പ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലോ, നമ്മൾ ഈ പാലും വെള്ളവും കൂടെ വെക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടുതൽ തേയില ഇടല്ലോ കേട്ടോ. ഇതൊന്ന് ചൂടായിട്ട് മാത്രമാണ് ഇതിൻ്റെ അകത്തേക്ക് തേയില ഇടാവുള്ളത്. അപ്പോഴാണ് ആ ഒരു ചായക്കൊരു ടേസ്റ്റ് വരുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തേയില ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന്. അപ്പോൾ ഉണ്ടല്ലോ, ഇത് പാലും വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മളിതിന് 2 സ്പൂൺ തേയിലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ഇച്ചിരി കടുപ്പമൊക്കെ വേണം ചായക്ക്. അപ്പോൾ നമ്മൾ 2 സ്പൂൺ തേയില ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി എന്താ പറയുക, ഇപ്പോൾ പഞ്ചസാര ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ കൂട്ടത്തിൽ തന്നെ പഞ്ചസാര ഇടാം കേട്ടോ. അപ്പം നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല, അത് നമ്മൾ പഞ്ചസാര ഇടുന്നില്ല. അപ്പം ഇനി ഇത് തിളയ്ക്കുന്നതാണ്. അപ്പം നമ്മുടെ ചായ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുണ്ട്. അപ്പോൾ ചായയുടെ കടുപ്പം കണ്ടോ, 2 സ്പൂൺ ഇട്ടപ്പോൾ നല്ല കടുപ്പത്തിൽ വരുന്നുണ്ട് കേട്ടോ. ചായയൊക്കെ ഇടാൻ എല്ലാവർക്കും അറിയാവുന്നത്. എന്നാലും ചെറിയ പിള്ളേരൊക്കെ ഉണ്ടല്ലോ. അപ്പം എല്ലാവരും പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇല്ല, പഴയ പിള്ളേരൊക്കെ ഇല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയുള്ളൊരു ഇതാണ് കേട്ടോ. നമുക്കൊരു ചായ, നല്ലൊരു ചായ കുടിക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ അതാണ്. അപ്പം നമ്മൾ ഈ ചായ ആയി കഴിയുമ്പോണ്ടല്ലോ നമ്മൾ ഈ ചായ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. നമ്മൾ പണ്ടൊക്കെ ചായക്കടയിലൊക്കെ ചെല്ലുമ്പോൾ അവർ സഞ്ചിക്കകത്ത് അങ്ങനെ അടിച്ച് നിർത്തിട്ടേ ആ ചായക്കാണ് ഒരു ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ചായ ഇതുണ്ടോ തികർന്ന് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓഫാക്കാം കേട്ടോ. ഈ ചായ ഇങ്ങനെയൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഈ ചായ 2 പ്രാവശ്യം ഇങ്ങനെയൊന്ന് അടിച്ചെടുക്കണം. ഈ ചായ അടിക്കുമ്പോഴാണ് അതിൻ്റെ തേയിലയും പഞ്ചസാരയും പാലും എല്ലാം കൂടി ഒന്ന് നല്ലൊരു മിക്സായിട്ട് വരുന്നത്. എന്നിട്ട് വേണം ഇത് അരിച്ചെടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് 2 പ്രാവശ്യം നമ്മളിങ്ങനെ അടിച്ചിട്ട് വേണം ഇത് അരിച്ചെടുക്കാനായിട്ട്. അപ്പോഴാണ് ആ ചായയുടെ എന്താ പറയുന്നത്, നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെ ആ ചായക്ക് കിട്ടുന്നത് കേട്ടോ. നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാതെ. അപ്പോൾ അതുണ്ടോ, നമ്മൾ അരിച്ചെടുത്ത ചായ ഇപ്പോൾ ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ടുണ്ട്. നല്ല ചായയുടെ നല്ല കടുപ്പൊക്കെയുള്ള നല്ല ചായ കേട്ടോ. ചായയുടെ സ്മെല്ല് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വരുമ്പം തന്നെ അറിയാം നല്ല ചായയാണ്.